ഇത്തവണ ഇതാണ് എന്റെ തീരുമാനം. നിങ്ങളുടെയോ? എന്റെ പ്രസ്ഥാനത്തെ കുത്തിനോവിച്ച രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ നെറുകേടുകൾക്ക് കണക്ക് തീർക്കാൻ ഞാൻ കാത്തുവെച്ച ദിവസം. ഉമ്മത്തിന്റെ കാവലായി നിന്ന എന്റെ പ്രസ്ഥാനം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയിടുന്ന ഒരു നീക്കവും എന്റെ പ്രസ്ഥാനമോ അതിന്റെ നേതൃത്വമോ അണികളായ നാമോ ഇന്നോളം ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെയും ചതിക്കപ്പെട്ടത് നമ്മളായിരുന്നു, സമസ്തയായിരുന്നു, നമ്മൾ മാത്രമായിരുന്നു. സമസ്തയിൽ മാത്രമായിരുന്നു പ്രശ്നങ്ങൾ. ഇതര മുസ്ലിം സംഘടനകളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷേ എന്തേ സമസ്തയുടെ കാര്യത്തിൽ മാത്രം അധികാരഗാർവമുത്ത രാഷ്ട്രീയ മേലാളന്മാർ എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ വഷളാക്കി? എന്തിന്റെ പേരിലായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? എന്ത് ധൈര്യത്തിലായിരുന്നു ഈ ധാർഷ്ട്യം? ഉറപ്പ്, എന്തു വന്നാലും നമ്മുടെ വോട്ടുകൾ മറ്റെവിടേക്കും പോവില്ലെന്ന ഉറപ്പ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വട്ടമേശക്കപ്പുറം നേതാക്കളെ വിളിച്ചു വരുത്തിയാൽ അണികളെ കോമാളികളാക്കാം എന്ന ഉറപ്പ്. ആ ഉറപ്പിന് മറുപടി നൽകാനുള്ള സമയമായിരിക്കുന്നു. ഇനിയും നാം മടിച്ചു നിന്നാൽ വഞ്ചനയുടെ ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. നമ്മുടെ നേതാക്കളെ പൊതുമധ്യത്തിൽ വേട്ടയാടും. ഉമ്മത്തെ പിളർത്താനുള്ള പ്രചോദനമായി ഇത് മാറും. ഓർക്കുക, വളർത്തി വലുതാക്കിയത് നമ്മളാണ്. ഇന്ന് ആ കൈക്ക് തന്നെ കൊത്തിത്തുടങ്ങിയെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതും നമ്മൾ തന്നെയാണ്. വോട്ട് നൽകി വളർത്തി വലുതാക്കിയ നമ്മളെക്കാൾ മറ്റാർക്കാണ് അതിന് അവകാശമുള്ളത്? അതുകൊണ്ട് ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ ദിനം സമുദായത്തിന്റെ രാഷ്ട്രീയ മാമന്മാർക്ക് നാം നൽകുന്ന ഷോക്ക് ട്രീറ്റ്മെന്റിനുള്ള അവസരം കൂടിയാവട്ടെ.